എൻ്റെ അമ്മ സാക്രിഫൈസ് ചെയ്യണത് ചെറുതൊന്നുമല്ല. കംപ്ലീറ്റ്ലി അങ്ങനത്തെ വീട്ടിലുള്ള കാര്യങ്ങളോ അവളുടെ പഠിത്തം അങ്ങനത്തെ ഒക്കെ വിട്ടിട്ടാണ് ഞാൻ പാട്ടും ഒക്കെ പെർഫോം ചെയ്യാനൊക്കെ പോകുന്നത്. പരസ്പരം ഇപ്പോഴും ഇങ്ങനെ സ്നേഹത്തോടെ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. 74 മണിക്കൂർ അച്ഛൻ്റെ വീഡിയോ. അപ്പൊ ഞാൻ അച്ഛൻ അവിടെ പഠിപ്പിക്കാനൊന്നുമില്ല, എപ്പോൾ നോക്കിയാലും വീഡിയോ കോളിൽ കാണാമല്ലോ എന്ന് പറയും. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അമ്മേനെ അച്ഛനൊക്കെ ഇഷ്ടമുള്ള മാതിരി കുറെ യാത്രയ്ക്ക് കൊണ്ടുപോകാന്നുള്ളതൊക്കെയാണ്. അമ്മയായതിനു ശേഷവും അങ്ങനെ ഒരു മാറ്റങ്ങളൊന്നും ജീവിതത്തിലേക്ക് അതൊക്കെയാണ് എന്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. എൻ്റെ അമ്മ സാക്രിഫൈസ് ചെയ്യണത് ചെറുതൊന്നുമല്ല. അപ്പം എനിക്കൊക്കെ ഭയങ്കര സൗകര്യമുണ്ട് അമ്മയെ പോലത്തെ ഒരാൾ കൂടെ ഉള്ളതുകൊണ്ട്. പലപ്പോഴും ഞാൻ സായു ഏറ്റവും സേഫ് ആയിട്ടുള്ള കയ്യിലാണെന്ന് ആലോചിച്ചിട്ടാണ് പോണത്. അപ്പൊ ചിലപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി അങ്ങനത്തെ വീട്ടിലുള്ള കാര്യങ്ങളോ അവളുടെ പഠിത്തം അങ്ങനത്തെ ഒക്കെ വിട്ടിട്ടാണ് ഞാൻ പാട്ടും ഒക്കെ പെർഫോം ചെയ്യാനൊക്കെ പോകുന്നത്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ എന്താ വെച്ചാൽ അതിനുവേണ്ടി അമ്മ ചെയ്യണ കുറെ സാക്രിഫൈസ് ഉണ്ട്. അപ്പൊ അച്ഛനിപ്പം ദുബൈയിലാണ്, അച്ഛനൊരു കോളേജിലെ പ്രൊഫസറാണ്. അപ്പൊ അച്ഛന്റെ കൂടെ വേണമെങ്കിൽ അമ്മയ്ക്ക് പോയിട്ട് നിൽക്കാം. അവർക്ക് ഇഷ്ടം അങ്ങനെ നിൽക്കാൻ. ഭയങ്കരമായിട്ട് പരസ്പരം ഇപ്പോഴും ഇങ്ങനെ സ്നേഹത്തോടെ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. 74 മണിക്കൂർ അച്ഛൻ്റെ വീഡിയോ. അപ്പൊ ഞാൻ അച്ഛൻ അവിടെ പഠിപ്പിക്കാനൊന്നുമില്ല, എപ്പോൾ നോക്കിയാലും വീഡിയോ കോളിൽ കാണാമല്ലോ എന്ന് പറയും. എപ്പോഴും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവർ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കും, കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. സായുവിനെ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അവരുടെ ജോലി. അപ്പൊ നോക്കുമ്പോൾ എന്താ വെച്ചാൽ അമ്മ കുറെ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. അമ്മയുടെ സാക്രിഫൈസ് അവസാനിച്ചിട്ടേ ഇല്ല. ചെറുപ്പത്തിൽ കുറെ ഇപ്പൊ ഈ ഡാൻസും പാട്ടും എന്നൊക്കെ പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് അഫെയർ ആണ്. കുറെ കാര്യങ്ങൾ. അപ്പൊ അതിനുവേണ്ടി അവർ ബഡ്ജറ്റൊക്കെ മാറ്റി വെക്കുന്നതിന്റെ ഭാഗമായിട്ട് അവർ യാത്രകളും അവരുടെ കുറെ ആഗ്രഹങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അതിപ്പോഴും തീരണില്ല എന്നുള്ളതാണ്. ഇപ്പൊ അവർക്ക് വേണമെങ്കിൽ ഫ്രീ ആവാവുന്ന സമയത്ത് സായിന് വേണ്ടിയിട്ട്. അപ്പൊ ഇതൊക്കെ എന്റെ മനസ്സിലുണ്ട് അമ്മേ, പക്ഷെ ഇതൊന്നും ഞാൻ കാണിക്കില്ല. പക്ഷെ ചില സമയത്ത് എനിക്ക് തോന്നും ഇപ്പൊ ഞാൻ സെൽഫിഷ് ആയിട്ട് ആലോചിക്കണോണ്ടാണോ, എന്റെ കാര്യം ആലോചിക്കണോണ്ടോ. പക്ഷെ ഞാനിതൊക്കെ നിർത്തി കഴിഞ്ഞാൽ അവർക്ക് വലിയ വിഷമാവും. കാരണം അവർ അത്ര അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്ത ആൾക്കാരാണ്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അമ്മേനെ അച്ഛനൊക്കെ ഇഷ്ടമുള്ള മാതിരി കുറെ യാത്രയ്ക്ക് കൊണ്ടുപോകാന്നുള്ളതൊക്കെ. അപ്പൊ അതൊക്കെ ഞാൻ എന്തായാലും ചെയ്യും. ഈ യാത്രയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിരുന്നു. അതായത് സായു ഒരു കത്തൊക്കെ എഴുതി അച്ഛനും അമ്മയ്ക്ക് നന്ദി വിടുന്നു, നിങ്ങൾ രണ്ടുപേരുടെ അവിടെ ഫ്ലൈറ്റിലിരുന്നത് തുറന്നു നോക്കുന്ന ഒരു വീഡിയോ. ആക്ച്വലി ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് മോളെ മിസ് ചെയ്യോ? ഉള്ള സമയമൊക്കെ അവളുടെ കൂടെ സ്പെൻഡ് ചെയ്യും. ഈ സമയത്ത് പിന്നെ നമ്മുടെ ജോലിയുടെ ഭാഗമാണുള്ളത്. അപ്പൊ നമ്മള് പെർഫോമൻസ് ഇൻ ദ സെൻസ് സ്റ്റേജിൽ പെർഫോം ചെയ്യാന്നുള്ളതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലുമൊക്കെ പാടാണ്ടോ പ്രാക്ടീസ് ചെയ്യാണ്ടോ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര പ്രയാസം തോന്നാറുണ്ട്. അപ്പൊ അതും അവൾക്ക് ഹെൽത്തി അല്ല. അപ്പൊ നമ്മൾ സന്തോഷമായിട്ടിരിക്കുമ്പോഴല്ലേ കുഞ്ഞിന്റെ കൂടെ ഇരിക്കുന്ന സമയം സന്തോഷമായിട്ടിരിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഫുൾ ടൈം അവൾക്ക് കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നാനില്ല ഇപ്പോഴുള്ള അത്രയും അപ്പം അവളുടെ കൂടെയുള്ള സമയത്ത് എപ്പോഴും അങ്ങനെ തന്നെ. അതുകൊണ്ട് ഇന്റർവ്യൂ ഒക്കെ കുറയ്ക്കണേ. അയ്യോ അത് പറയാ എന്തല്ലേ, ഞാൻ എന്ത് പറഞ്ഞാലും കറങ്ങത്തിരിഞ്ഞ് എനിക്ക് തന്നെ പ്രശ്നമായിട്ട് വരുന്നു. അത് ഏതായാലും അങ്ങനെ ഇന്റർവ്യൂസ് ഒക്കെ കുറച്ച് കുട്ടിയുടെ കൂടെയൊക്കെ ഇങ്ങനെ കൂടുതൽ സമയം ഇരുന്ന് ഭയങ്കര ഒരു സ്ട്രിക്റ്റ് അമ്മയാണോ? അല്ലില്ല, ഞാൻ അങ്ങനെ ഒരു പാരന്റിങ്ങിന് ഒരു കൃത്യമായിട്ടുള്ള റൂൾസും അങ്ങനത്തെ ഒന്നും വെച്ചിട്ടില്ല. ഒന്നാമത് അവളുടെ പഠിത്തത്തിന്റെ കാര്യങ്ങളും അവളുടെ ഈ ഡേ ടു ഡേ ഉള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് എൻ്റെ അമ്മയാണ്.